ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. യേശുവിൻ്റെ നേരിട്ടുള്ള വാക്കുകളാണത്. അതിനെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. ഗിരിപ്രഭാഷണങ്ങൾ 5-ാം അധ്യായം 3-ാം വാക്യമാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനുശേഷം തൊട്ടടുത്ത വാക്യം പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണോ? ദുഃഖം ഒരു ഭാഗ്യമാണോ? നമ്മളൊക്കെ ദുഃഖിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകാതിരുന്നെങ്കിൽ എന്നാണ് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത്, അല്ലേ? ദുഃഖം വേണ്ടേ വേണ്ട. പക്ഷേ യേശു പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പറയുന്നത്? യേശു ഉദ്ദേശിക്കുന്ന ദുഃഖം എന്താണ്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ദുഃഖത്തെ യേശു ഭാഗ്യമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് സാധാരണയായി നമ്മുടെ ജീവിതത്തിലൊക്കെ ദുഃഖമുണ്ടാകുക? ദുഃഖത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ദുഃഖത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2-3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം നമ്മുടെ കുറ്റബോധമാണ്. നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെക്കുറിച്ചുള്ള നമ്മുടെ വിഷമം കുറ്റബോധത്തിന് കാരണമാകാറുണ്ട്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നിരാശരായി പോകും. സർക്കാർ ജോലി നേടണമെന്നോ അമേരിക്ക പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നടക്കുന്നില്ലെങ്കിൽ നമുക്കത് വലിയ വിഷമമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളോടുള്ള നമ്മുടെ കുറ്റബോധം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഇത് രണ്ടുമാണ് പ്രധാനമായും ദുഃഖത്തിൻ്റെ കാരണം. ദുഃഖമെന്ന വികാരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായ ഒന്നാണ്. ദുഃഖമില്ലാത്ത ആരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖമുണ്ട്. പക്ഷേ ഈ ദുഃഖത്തോടുള്ള നമ്മുടെ റെസ്പോണ്ട് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ദുഃഖത്തോട് പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും ഒക്കെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക? സാധാരണയായി നമ്മൾ ദുഃഖത്തോട് പ്രതികരിക്കുന്നത് ഒന്നുകിൽ ദേഷ്യമായിട്ടാണ്. എല്ലാത്തിനോടും ദേഷ്യം. ദുഃഖം വരുമ്പോൾ ആ ദുഃഖമെന്ന ഇമോഷൻസ് നമ്മൾ സ്വീകരിച്ച ശേഷം അതിനോടുള്ള പ്രതികരണമായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ദേഷ്യം കാണിക്കും. ഭയങ്കരമായ ദേഷ്യം, ഭയങ്കരമായ കോപം. ചില ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അത്തരം അവസ്ഥയിൽ അവരന്നേരം ആക്രമിക്കും, അടിക്കും, ഉപദ്രവിക്കും, സ്വയം ദണ്ണിപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തല്ലിപ്പൊട്ടിക്കും, വലിച്ചെറിയും. ഇതൊക്കെയാണ് ദുഃഖത്തോടുള്ള നമ്മുടെ ഒരു തരത്തിലുള്ള പ്രതികരണം. ഇനിയും മറ്റൊരു തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പ്രതികരിക്കുക ദുഃഖം വരുമ്പോൾ? ചില ആളുകൾ ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡായി പോകും. അവർ വിഷാദ രോഗം ബാധിക്കും. ആരോടും മിണ്ടത്തില്ല, ആരോടും കൂട്ടുകൂടത്തില്ല, എല്ലാവരോടും ദേഷ്യമായിട്ട് ഉൾവലിഞ്ഞു പോകും. ആരോടും സംസാരിക്കാതെ, പുറത്തിറങ്ങാതെ, ഇനി ജീവിച്ചിട്ട് ആരെയും കാര്യമില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറും. മൂന്നാമത് ദുഃഖത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അഡിക്ഷനിലൂടെയാണ്. ദുഃഖം മറക്കാനാണ് മദ്യപിച്ച് തുടങ്ങുന്നത്. ദുഃഖം മറക്കാൻ, എല്ലാം മറക്കാനാണ് എന്നിട്ടാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നുകിൽ സബ്സ്റ്റൻസിന് അടിമയാകും. ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ്, ആൽക്കഹോൾ ആണെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, മറ്റ് ചില സ്വഭാവശീലങ്ങൾ, അതിനൊക്കെ നമ്മൾ അടിമകളായിപ്പോഴും. ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു രീതി ദുഃഖത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ റിബീലിയനായിട്ടാണ്, മത്സര സ്വഭാവം കാണിക്കുക. ഇങ്ങനെ ദുഃഖത്തിലായിരിക്കുന്ന മനുഷ്യർ എന്താ ചെയ്യുന്നറിയാമോ? ചില ഗുണ്ടാ സംഘങ്ങളിലൊക്കെ പോയിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യും.
ബൈക്ക് സ്പീഡിൽ ഓടിക്കുക, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ദുഃഖത്തോട് പ്രതികരിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരുന്നാലും ഈ ദുഃഖങ്ങളെല്ലാം ഒടുവിൽ അപകടത്തിലേക്കാണ്. വിഷാദരോഗം വന്നാലും ആത്മഹത്യ, അക്രമ സ്വഭാവം കാണിച്ചാലും ടെൻഷനോ ഹൈപ്പർ ടെൻഷനോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരും. അങ്ങനെ ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയാലും നമ്മൾ ഒന്നുകിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്കായും പോവുക. പക്ഷേ കർത്താവ് പറയുന്നു ദുഃഖിക്കുന്നവൻ ഭാഗ്യവാനാണ്. എങ്ങനെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ദുഃഖം ഭാഗ്യമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റുകളോടുള്ള റെസ്പോൺസാണ്, തെറ്റുകളോടുള്ള പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ ദുഃഖം നമ്മളെ തിരുത്താൻ സഹായിക്കണം. ഓരോ ദുഃഖങ്ങളും നമ്മളെ തിരുത്താനായിട്ട് സഹായിക്കണം. എങ്ങനെയാണ് ദുഃഖം നമ്മളെ തിരുത്താനായിട്ട് സഹായിക്കുക? ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതൊരു കണ്ണാടി പോലെ കാണുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അവരെ കർത്താവിലേക്ക് നയിക്കണം. ദുഃഖത്തിൻ്റെ കാരണം പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവ് അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സാണ് വേണ്ടുന്നത്. സാധാരണ ആളുകൾക്ക് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റുകൾ അംഗീകരിക്കാൻ മനസ്സുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യവും ഡിപ്രഷനും ഒക്കെ വരുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അവരെ യേശുവിലേക്ക് നയിക്കണം. കാരണം കർത്താവായ യേശുവിൽ സ്നേഹമുണ്ട്, കർത്താവായ യേശുവിൽ സഹതാപമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ പാപവിമോചനമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷവും സമാധാനവുമുണ്ട്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ദുഃഖം വരുമ്പോൾ അത് നമ്മളെ യേശുവിലേക്ക് നയിക്കണം. ദുഃഖം എന്ന് പറഞ്ഞാൽ അത് പശ്ചാത്താപമാണ്, അനുതാപമാണ്. നമ്മൾ ചെയ്ത ദുഃഖത്തോടും നമ്മൾ എത്തപ്പെടാത്ത കാര്യങ്ങളോടുമുള്ള നമ്മുടെ വിഷമങ്ങൾ നമ്മളെ കർത്താവിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ എന്നെക്കുറിച്ച് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ കുറവ് എന്താണെന്ന് കാണിച്ചു തന്നാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് യേശുവിനോടുള്ള സമ്മതിക്കലാണ് യഥാർത്ഥ കുറ്റബോധം. അതുകൊണ്ട് ഓരോ ദുഃഖവും നമ്മളെ കർത്താവായ യേശുവിലേക്ക് നയിക്കുന്നതായിരിക്കണം. നമ്മുടെ ദുഃഖങ്ങൾ കർത്താവായ യേശുവിലേക്ക് നമ്മളെ നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ എപ്പോഴും ഒന്നുകിൽ ഡിപ്രഷനായിട്ട്, അല്ലെങ്കിൽ ദേഷ്യമായിട്ട്, അല്ലെങ്കിൽ അഡിക്ഷനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥമായ ദുഃഖം നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ പാപവിമോചനമുണ്ട്. കർത്താവായ യേശു നമ്മളെ പാപം ക്ഷമിക്കും. കർത്താവായ യേശു നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും. യഥാർത്ഥത്തിൽ ഈ കുറ്റബോധം കർത്താവിലേക്ക്, അല്ലെങ്കിൽ ഈ ദുഃഖം നമ്മളെ കർത്താവിലേക്ക് നയിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് തിരിച്ചു തരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ദുഃഖം. ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയാണ്. എപ്പോഴാണോ അവർ പാപം ചെയ്തത് അപ്പോൾ അവരിൽ നിന്ന് ദൈവത്തിൻ്റെ ആ മഹത്വം നഷ്ടപ്പെട്ടു. അതോടുകൂടി അവർ പാപികളായി, അവർ നഗ്നരാണെന്ന് തോന്നി, അവർ കുറവുള്ളവരാണ് തോന്നി. ഉടനെ അവർക്ക് കുറ്റബോധം തോന്നുകയും നാണക്കേട് തോന്നുകയും ഭയമുണ്ടാവുകയും അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയും ചെയ്തു. എന്നാൽ ദുഃഖം നമ്മൾ വരുമ്പോൾ അത് കർത്താവിൽ നിന്ന് ഒളിച്ചിരിക്കാനല്ല, മറഞ്ഞിരിക്കാനല്ല, ഓടിപ്പോകാനില്ല, ദേഷ്യം കാണിക്കാനല്ല, അത് കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കണം. അവിടെ കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ യേശു പറയും, നീ ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലായി, നിനക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ ഞാനത് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പാപ വിമോചനം നൽകും എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇനിയും ഇങ്ങനെ ദുഃഖം വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ
ആളുകൾ നമ്മളെക്കുറിച്ച് പറയും, ഇവൻ എന്തൊരു മനുഷ്യനാ ഇങ്ങനെ, ആളുകൾ ഇത്രയൊക്കെ നിന്നോട് ദേഷ്യം കാണിച്ചിട്ട്, ആളുകൾ നിന്നോട് ഇത്രയൊക്കെ സങ്കടം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കേട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്, പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിച്ചു പോകും. യഥാർത്ഥത്തിൽ അത് പിശാച് നമ്മൾ കൊണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഒരു പരാജയമാണ്, നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് തോറ്റുപോകലാണ്, നമ്മൾ റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നത് നമ്മളുടെ കഴിവുകേടാണ്, നമ്മൾ ദുഃഖത്തോട് ഇത്തരത്തിൽ വിദ്വേഷപൂർവമായി ഇടപെടാത്തത് നമ്മൾ കഴിവില്ലാത്തവരാണ് എന്ന കുറ്റബോധം ബോധം നമ്മളിൽ നിറയ്ക്കുകയും നമ്മളെ കൂടുതൽ അഗ്രസീവാക്കി മാറ്റുകയും ചെയ്യും, കൂടുതൽ അഗ്രസീവാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ അബലകളാകുന്നില്ല, നമ്മൾ കഴിവില്ലാത്തവരാകുന്നില്ല. കർത്താവായ യേശു പറയുന്നു 70 പ്രാവശ്യം ക്ഷമിക്കാൻ കഴിയണമെന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം സഹിഷ്ണുതയുള്ളവരായിത്തീരുന്നു എന്നുള്ളതാണ്. സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു വികാരമാണ്, അത് സഹിക്കുവാനുള്ള കഴിവ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എല്ലാത്തിനെയും നേരിട്ടു, ആ പീഡനങ്ങളെയൊക്കെ. കർത്താവായ യേശുക്രിസ്തു നേരിട്ടത് അങ്ങനെയാണ്, രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. അത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടല്ല. കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദന അനുഭവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജനങ്ങൾക്ക് വിമോചനമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്നേഹത്തോടെ സഹിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തെക്കുറിച്ച് കണക്കാക്കുന്നത്? ആളുകൾ നമ്മളെക്കുറിച്ച്, അയ്യോ ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇത്രയൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായിട്ടും ഇവനെങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു എന്നോർത്ത് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടുന്നത് വിദ്വേഷമോ വെറുപ്പോ അല്ല. പകരം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് ആശ്വാസമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. ലോകം എനിക്ക് അറ്റൻഷൻ തന്നില്ലെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് അറ്റൻഷൻ തന്നില്ലെങ്കിലും, എൻ്റെ സമൂഹം എനിക്ക് അറ്റൻഷൻ തന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് അറ്റൻഷൻ തരും. അവൻ എന്നെ ശ്രദ്ധിക്കും, അവൻ എന്നെ ആവശ്യമുണ്ട്, ഞാൻ അവൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമാധാനവും ആശ്വാസവും സുരക്ഷിതത്വം ഉണ്ടാകും എന്നാണ് ഈ കാര്യം നമ്മളെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖങ്ങളും നമ്മളെ കുറ്റബോധത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണമായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ദുഃഖത്തോടുള്ള ഓരോ പ്രതികരണവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ അത് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദുഃഖത്തോടുള്ള നമ്മുടെ പ്രതികരണം ദേഷ്യമല്ല, നിരാശയല്ല, സങ്കടമല്ല, ഒറ്റപ്പെടലല്ല, വിഷാദമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പോയി തെറ്റുകൾ സമ്മതിച്ച് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് അവനൊപ്പം നമ്മളെ നിർത്തും, അവൻ നമ്മളെ ചേർത്ത് നിർത്തും, അവൻ നമ്മളെ ഒരു വ്യക്തിയായി കാണും, നമ്മളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കും, നമ്മുടെ കുറവുകളെ അവൻ അംഗീകരിക്കും, നമ്മുടെ വിഷമതകളെ അവൻ സഹിക്കും. അവൻ നമ്മളെ ചേർത്ത് അവൻ്റെ ഒപ്പം ഈനോക്കിനെ നടത്തിയതുപോലെ, ഹാനോക്കിനെ നടത്തിയതുപോലെ അവൻ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ഒപ്പം നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്നതായിരിക്കണം. ഇവിടെ പെൻ ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കണ്ണുനീരും, ദുഃഖം കൊണ്ടുണ്ടാകുന്ന ഓരോ കണ്ണുനീരും കർത്താവാകുന്ന യേശുക്രിസ്തു എന്ന നീതി സൂര്യൻ്റെ മുന്നിലെ മഴത്തുള്ളികൾ പോലെയാണ്, അല്ലെങ്കിൽ മഞ്ഞുതുള്ളി പോലെയാണ് എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കൊണ്ട് നമ്മൾ കരയുമ്പോൾ, വിഷമങ്ങൾ കൊണ്ട് നമ്മൾ കരയുമ്പോൾ, നമ്മുടെ കണ്ണിൽ നിന്നും ഒഴുകി ഉരുളുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും ഒരു മഞ്ഞുതുള്ളി പോലെയാണ്, ഒരു മഴത്തുള്ളി പോലെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ
അതിൻ്റെ ചുമന്ന കളറുള്ള പ്രകാശം ഈ മഴത്തുള്ളിയിൽ വന്ന് അടിക്കുമ്പോൾ ഈ മഴത്തുള്ളി ഈ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യും. സ്വർണ്ണ നിറമായിട്ട് ഈ മഞ്ഞുതുള്ളി മാറും. അത് കാണാൻ ഭയങ്കര രസമാണ്, അത് കാണാൻ ഭയങ്കര സുഖമാണ്. അതുകൊണ്ടാണ് മഞ്ഞുതുള്ളി പറയുന്നത്, ഞാൻ പുൽക്കൊടി തുമ്പിലാണ് ജനിക്കുന്നതെങ്കിലും വെയിലുദിക്കുമ്പോൾ ഉരുകി ഇല്ലാതെയായേക്കാം, ആരെങ്കിലും ചവിട്ടി ഇല്ലാതെയാക്കിയേക്കാം. പക്ഷേ അല്ലയോ സൂര്യ, നിൻ്റെ മനോഹരമായ കിരണം എൻ്റെ മേൽ പതിക്കുമ്പോൾ, ഞാൻ നിൻ്റെ സ്വർണ്ണ നിറത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ, ഞാൻ സ്വർണ്ണ നിറമുള്ള നയനാഭിരാമമായ മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ഒരു മഞ്ഞുതുള്ളിയായി മാറുകയും, എൻ്റെ ജീവിതം ക്ഷണഭംഗുരമാണെങ്കിലും, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളുവെങ്കിലും, പൂ പോലെ വിടരുകയും കൊഴിഞ്ഞു പോകുകയും പുല്ലുപോലെ വളരുകയും വാടിപ്പോകുകയും ചെയ്യുന്ന ജീവിതമാണെങ്കിൽ കൂടെ, കർത്താവേ, നിൻ്റെ സ്നേഹം എനിക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോൾ എൻ്റെ ജീവിതം സന്തോഷമുള്ളതായിത്തീരും. എത്ര വലിയ ദുഃഖങ്ങളുണ്ടാകട്ടെ, എത്ര വലിയ പ്രയാസങ്ങളുണ്ടാകട്ടെ, എത്ര വലിയ ഒറ്റപ്പെടലുകളുണ്ടാകട്ടെ, എത്ര വലിയ പ്രതിസന്ധികളുണ്ടാകട്ടെ, നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ടല്ല കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുമ്പോൾ, നമ്മൾ ഒഴുക്കുന്ന ഓരോ കണ്ണീരും ദൈവത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവനെ പ്രതിഫലിപ്പിക്കാൻ. നമ്മുടെ ദുഃഖത്തിൽ കർത്താവ് ഇടപെട്ട് നമുക്ക് കാണുന്ന സൗഖ്യവും സമാധാനവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കണ്ണുനീർത്തുള്ളിയിൽ യേശുവിനെ കാണാം. യേശുവിനെ കാണാം, യേശു പ്രതിഫലിക്കപ്പെടും, യേശുവിൻ്റെ സ്വഭാവം കാണാം. ഈ ലോകത്തിന് അന്ധമാണ്, ഇരുട്ടിലാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഓരോ മനുഷ്യനും ദുഃഖം എന്ന വികാരത്തിൻ്റെ മുമ്പിൽ റിയാക്ട് ചെയ്ത് തളർന്ന് തകർന്ന് സഹിക്കാനാവാതെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് പറയുന്നു, നിൻ്റെ ജീവിതത്തിലെ ദുഃഖം എനിക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിൻ്റെ സങ്കടം ഞാൻ നിനക്ക് തന്നത് എൻ്റെ സ്വഭാവം ഈ സങ്കടപ്പെടുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള എൻ്റെ വഴിയാണ്. നിൻ്റെ ഓരോ കണ്ണുനീർത്തുള്ളിയിലും ലോകം കാണുന്നത് നിൻ്റെ സങ്കടത്തെയല്ല, എൻ്റെ ശക്തിയെയാണ്, എൻ്റെ സ്വഭാവത്തെയാണ്. എൻ്റെ കണ്ണുനീർത്തുള്ളിയിൽ പ്രതിഫലിക്കുന്നത് യേശുവാണ്. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? കണ്ണീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? കണ്ണീർ കയങ്ങൾക്ക് മുന്നിൽ തകർന്നു പോയിട്ടുണ്ടോ? മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി നിങ്ങൾ നടന്നിട്ടുണ്ടോ? ഇനി നിങ്ങൾക്കൊരിക്കലും രക്ഷയില്ല, നിങ്ങൾക്കൊരാശ്രയത്വമില്ല, നിങ്ങൾക്കാരുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദുഃഖഭാരത്താൽ നിങ്ങൾ ഇന്ന് ഒളിച്ചു താമസിക്കുകയാണോ? നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളെ യേശുവിലേക്ക് നയിക്കുമ്പോൾ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള കണ്ണീർത്തുള്ളികളായി, കണ്ണാടികളായി നിങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, യെശയ്യാവിൻ്റെ ലേഖനം 57 18 പറയുന്നത്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. കർത്താവായ യേശു നമ്മുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും, നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും, നിങ്ങളുടെ പ്രതിസന്ധി എന്തായിരുന്നാലും, ഞാൻ അതിന് സൗഖ്യം തരും എന്ന് കർത്താവ് പറയാണ്. ഞാൻ അവർക്ക് സൗഖ്യം തരും, ഞാൻ അവരെ നടത്തും, കൈ പിടിച്ച് നടത്തും, ഞാൻ അവരെ നടത്തി അവരുടെ ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കും, അവർക്ക് ആശ്വാസം കൊടുക്കും എന്ന് ബൈബിൾ പറയുകയാണ്. യിരെമ്യാ പ്രവചനം അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു. യിരെമ്യാ പ്രവചകൻ്റെ പുസ്തകം 30 അധ്യായം 31 13 അവർ ഇനി ക്ഷീണിച്ചു പോകയില്ല, അവരിനി ക്ഷീണിച്ചു പോകയില്ല. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരേപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി എന്നേക്കും സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ അവരുടെ സങ്കടം പോക്കി ഞാൻ അവരെ സന്തോഷിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും എന്ന് പറയുകയാണ്. കർത്താവ് നമ്മുടെ സങ്കടം മാറ്റി സന്തോഷമാക്കും. കർത്താവ് നമ്മുടെ രോഗം മാറ്റി നമുക്ക് സൗഖ്യം നൽകും. അതാണ് കർത്താവായ യേശു നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ്
ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം കർത്താവിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അവരുടെ കണ്ണീരിൽ യേശുവിനെ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടായി കർത്താവ് നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും തരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവർ വന്ന് ചോദിക്കും, അയ്യോടി ശോഭനേ, നീ എങ്ങനെയാ ഇത്ര സങ്കടത്തിലും സന്തോഷത്തോടെ ഇരിക്കുന്നത്? നിന്നെപ്പോലെയുള്ള സങ്കടങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നേ തൂങ്ങിച്ചത്തേനെ എൻ്റെ പെണ്ണുമ്പിള്ളേ, എൻ്റെ സഹോദരി എന്ന് നമ്മൾ പറയും അല്ലേ, ചോദിക്കും. പക്ഷേ നമ്മളുടെ ഈ സങ്കടങ്ങളെ നമ്മൾ സന്തോഷത്തോടെ അതിജീവിക്കുന്നത് കാണുമ്പോൾ അവർ നമ്മളോട് പറയുന്നത്, കർത്താവേ, സഹോദരി, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ വിഷമങ്ങളെ മാറ്റിയത്? അത് ഈ ദൈവത്തെ മുഖാന്തരമാണ്, ഈ യേശു മുഖാന്തരമാണ്. എൻ്റെ ദുഃഖങ്ങളിൽ ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോയി, യേശു എനിക്ക് സമാധാനം തന്നു, യേശു എനിക്ക് സന്തോഷം വന്നു എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് പറയും, നീ പ്രാർത്ഥിച്ച ദൈവത്തോട് എനിക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമേ, നീ പ്രാർത്ഥിച്ച ദൈവത്തോട് എനിക്കും കൂടെ സമാധാനം തരാൻ പറയണമേ, എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ പറയണമേ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ദൈവത്തെ കാണാനിടയാകും. അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ തകർക്കാനല്ല, നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ വേദനിപ്പിക്കാനല്ല, ദൈവം നമ്മളെ കൈവിട്ടതല്ല. നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവ് ഇടപഴകുകയാണ്. മറ്റു മനുഷ്യർ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സഹായത്താൽ അതിജീവിക്കുന്നത് കാണുമ്പോൾ അവർ യേശുവിനെ കണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ ദുഃഖങ്ങളെ ദൈവം ആശ്വാസമാക്കി മാറ്റും. അതിനെ അവൻ തൃപ്തിയുള്ളതാക്കി മാറ്റും. അവൻ നമുക്ക് സൗഖ്യം നൽകും. അവൻ നമ്മുടെ കൈ പിടിച്ച് നടത്തും. അവൻ നമുക്ക് ആശ്വാസം നൽകും. അതുകൊണ്ടാണ് യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്ന ഓരോ മനുഷ്യനും വിചാരിക്കുന്നത് കർത്താവ് ഞങ്ങളെ തകർക്കാനാണെന്നാണ്. നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ദുഃഖത്തിൽ ദൈവം നിങ്ങളെ കൈവിട്ടുവെന്ന്, ദൈവം നിങ്ങളെ വേണ്ടാന്ന് വെച്ചെന്ന്, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്ന്, ഞാൻ ഇത്ര നാളും പള്ളിയിൽ പോയതുകൊണ്ട്, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചതുകൊണ്ട്, ഇത്ര നാളും ബൈബിൾ വായിച്ചതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാതായിപ്പോയല്ലോ, ദൈവമേ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ദുഃഖം? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇനി നിൻ്റെ കൂടെ ഞാനില്ല എന്ന് പറയാനാണോ പിശാച് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്? കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളെ വീണ്ടും യേശുവിലേക്ക് നയിക്കണം. യേശുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാരണമാകണം. നമ്മുടെ കണ്ണീരിൽ കർത്താവായ യേശു പ്രതിഫലിപ്പിക്കപ്പെടണം. അപ്പോൾ മാത്രമേ ദൈവമില്ലാത്ത ഈ ലോകത്തെ മറ്റു മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ പറ്റൂ, ദൈവസമാധാനം അറിയാൻ പറ്റൂ, യേശുവിനെ കണ്ടെത്താൻ പറ്റൂ. അത് നിങ്ങളുടെ കണ്ണുനീരിലൂടെയാണ്. അതുകൊണ്ട് അത് നമ്മളെ തകർക്കാനല്ല, അത് നമ്മളെ വേദനിപ്പിക്കാനല്ല, അത് നമ്മളെ നശിപ്പിക്കാനല്ല. കർത്താവായ യേശു അവൻ്റെ ആശ്വാസത്താൽ നമ്മളെ സൗഖ്യപ്പെടുത്താനാണ്. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൂടെ? കർത്താവേ, കഴിഞ്ഞ ദുഃഖങ്ങളിൽ ഞാൻ തകർന്നു പോയിട്ടുണ്ട്, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അർത്ഥമില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കർത്താവേ, അങ്ങനെയല്ല, എൻ്റെ ദുഃഖങ്ങൾ നിനക്കൊരവസരമാണ്. നീ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ സന്തോഷം മറ്റുള്ളവർ കാണുമ്പോൾ, കർത്താവെ, മറ്റുള്ളവർക്ക് അങ്ങയെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ദുഃഖമെങ്കിൽ ആ ദുഃഖത്തെക്കുറിച്ച് ഞാൻ നിരാശപ്പെടുന്നില്ല, ഞാൻ സങ്കടപ്പെടുന്നില്ല, ഞാൻ ആശ്വസിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ ആശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ സമാധാനത്തിൽ എന്നെ പുലർത്തണമേ. അതിനായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ.